എല്ലാ കൂട്ടുകാർക്കും PSC പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ 2024 നടക്കുന്ന LDC LGS എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് എന്തൊക്കെയായിരുന്നു പഠിക്കേണ്ടത്? മാത്സിൽ നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ ഇന്നും നാളെയും ആയിട്ട് നമ്മൾ പഠിച്ചു തീർക്കണം. പിന്നെ കൂടാതെ SCERTയിലെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ അത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ടെലഗ്രാമിൽ, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കാണുക, 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, കുറേ അധികം ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട് എപ്പോഴും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്താണ്? പ്രശസ്ത സ്ഥാപനങ്ങൾ, കലയായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശസ്ത സ്ഥാപനങ്ങളായ കേരള കലാമണ്ഡലം, കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിത കലാ അക്കാദമി, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ആ കലയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രശസ്ത സ്ഥാപനങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ കലയും സാഹിത്യവും ഒക്കെ പഠിക്കുമ്പോൾ PSC ബുള്ളറ്റിൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, PSC ബുള്ളറ്റിൻ, തൊഴിൽ വാർത്ത, അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ വായിക്കുക. അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനും നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇതിലേക്ക് പോവാം, ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റുകളൊക്കെ തിരിച്ച് ഓരോന്നും ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ എക്സാം നടത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. SCERTയുടെ ഒപ്പം തന്നെ ബാക്കി ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ തന്നുകൊണ്ട് എല്ലാ ടോപ്പിക്കും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്യുക എന്ന രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ കൂടുക. അപ്പോൾ 2 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആ 2 ദിവസം നിങ്ങൾ നന്നായി പഠിച്ചെടുക്കുക. ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെയുള്ള എക്സാമും അറ്റൻഡ് ചെയ്യുക. വീക്കിലി എക്സാംസും ഉണ്ടാവും. അപ്പോൾ ആ വീക്കിലി എക്സാമും കൂടി അറ്റൻഡ് ചെയ്യണം. കേരള കലാമണ്ഡലത്തെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ് അല്ലേ. വള്ളത്തോൾ നാരായണ മേനോന്റെ ഒപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് മണക്കുളം മുകുന്ദരാജ. ഇത് മറന്നു പോരുത്. അതായത് വള്ളത്തോൾ നാരായണ മേനോനും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ മണക്കുളം മുകുന്ദരാജ, അവരുടെ ആ പങ്കാളിത്തത്തോടെയാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ഇനി കേരള കലാമണ്ഡലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തത് 1927 കേരള കലാമണ്ഡലം ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് എന്നാണ് രജിസ്റ്റർ ചെയ്തത്? 1927. ഇനി കുന്നംകുളത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 1930 നവംബർ 9. കുന്നംകുളത്ത് ഔദ്യോഗികമായി കേരള കലാമണ്ഡലം ഔദ്യോഗികമായി കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തത് 1930 നവംബർ 9. ഇനി ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഗ്രാമത്തിലെ വള്ളത്തോൾ നഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചത് 2007. കേരള കലാമണ്ഡലത്തിന് കൽപ്പിത സർവകലാശാല പദവി ലഭിച്ചതെന്നാണ് 2007. അതുകൂടാതെ കേരള കലാമണ്ഡലത്തിന് UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചത് 2010. UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചതെന്നാണ് 2010. അപ്പോൾ ഏതൊക്കെ വർഷമാണ് നമ്മൾ പഠിച്ചതെന്ന് ഓർത്തു നോക്കി. ഇപ്പോൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ആദ്യം ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തത് 1927 അല്ലേ. പിന്നെ കുന്നംകുളത്ത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 1930. 1930 നവംബർ 9. കൽപ്പിത സർവകലാശാലയായത് 2007. UGCയുടെ A കാറ്റഗറി പദവി ലഭിച്ചത് 2010. 4 വർഷം ഓർത്തിരിക്കാം. ഇനി കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ്. 1955 കേരള കലാമണ്ഡലം സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് സന്ദർശിച്ചത് ആരാണ്? രണ്ടാമത് 1980 ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. രണ്ടാമത് ആരാണ്? 1980 ഇന്ദിരാഗാന്ധിയും. മൂന്നാമത് 1990 10 വർഷങ്ങൾക്ക് ശേഷം VP സിംഗ്. 10 വർഷങ്ങൾക്ക് ശേഷം ആരാണ്? VP സിംഗ്. അപ്പോൾ കേരള കലാമണ്ഡലം ആദ്യം സന്ദർശിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 55, പിന്നെ 1980 ഇന്ദിരാഗാന്ധിയും 1990 VP സിംഗും. ഇനി 2012 ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. 2012.
ഓക്കെ, അപ്പം ഇതും കൂടി ഓർത്തു വയ്ക്കാം. ഇനി നമ്മുടെ PSCയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് എന്ത്, കേരള കലാമണ്ഡലത്തിലെ ആദ്യ മോഹിനിയാട്ടം വിദ്യാർത്ഥി ആരാണ്? അതിൻ്റെ ആൻസർ തങ്കമണി എന്നാണ് PSC കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പന്തളത്ത് തങ്കമ്മ. എന്താണ്? പന്തളത്ത് തങ്കമ്മയാണ് കേട്ടോ കേരള കലാമണ്ഡലത്തിലെ ആദ്യ മോഹിനിയാട്ടം വിദ്യാർത്ഥിയാണ്. മോഹിനിയാട്ടം വിദ്യാർത്ഥി. അപ്പം ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ, അതായത് കേരള കലാമണ്ഡലം സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും മോഹിനിയാട്ടം, കഥകളി, കൂടിയാട്ടം, അങ്ങനെ എല്ലാം നമുക്ക് തിരിച്ച് വായിക്കാം. കുറച്ച് സമയം നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിൽ കയറി എല്ലാ കാര്യങ്ങളും വായിച്ചെടുത്ത് ഇങ്ങനെയുള്ള നോട്ടുകൾ ഉണ്ടാക്കുക കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ടൊപ്പം നമ്മൾ തന്നെ കുറച്ചും കൂടി എഫേർട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാം. ഇനി നോക്കിയേ, തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? കലാമണ്ഡലം ദേവകിയാണ്. അപ്പം മോഹിനിയാട്ടം, ആദ്യ മോഹിനിയാട്ടം വിദ്യാർത്ഥി തങ്കമണി അല്ലെങ്കിൽ പന്തളത്ത് തങ്കമ്മ. ഇനി കേരള കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യ വനിത ആരാണ്? അത് കലാമണ്ഡലം ദേവകിയാണ്. ഓക്കെ, കലാമണ്ഡലം ദേവകി. ഇനി ഇപ്പോഴത്തെ ചാൻസലർ ആരാണ്? കേരള കലാമണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ ചാൻസലർ ഡോക്ടർ മല്ലിക സാരാഭായി ആണ്. അറിയാലോ, ഡോക്ടർ മല്ലിക സാരാഭായി ഓർത്തു വയ്ക്കാം. പിന്നെ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് കേട്ടോ. ഡോക്ടർ ബി അനന്തകൃഷ്ണൻ. ഡോക്ടർ ബി അനന്തകൃഷ്ണൻ. ഇതാണ് ഏകദേശം നമ്മൾ കേരള കലാമണ്ഡലവുമായിട്ട് പറയാനുള്ളത്. ഈ കൂടുതൽ കാര്യങ്ങൾ സൈറ്റിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുക, ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്ത് എഴുതി വയ്ക്കുക. ഇനി നമുക്ക് കേരള സാഹിത്യ അക്കാദമി നോക്കാം. കേരള സാഹിത്യ അക്കാദമി എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായതെന്നാണ്? 1956 ഓഗസ്റ്റ് 15. 56 ഓഗസ്റ്റ് 15 കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായത്. പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട ഒരു സാഹിത്യ അക്കാദമിയാണ്. ഇന്ത്യയിലെ പ്രാദേശിക തലത്തിൽ ആദ്യമായി രൂപം കൊണ്ട സാഹിത്യ അക്കാദമി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമിയാണ്. എന്നാ രൂപം കൊണ്ടത്? 1956 ഓഗസ്റ്റ് 15. 1956 ഓഗസ്റ്റ് 15. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ് കേട്ടോ. സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. പിന്നെ കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. കേരള സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കറാണ്. സാഹിത്യ അക്കാദമിയുടെ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ KM പണിക്കരായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് K സച്ചിദാനന്ദനാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ ഓർത്തു വയ്ക്കുക. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ് ഇതൊക്കെ: സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. ഇതൊക്കെയാണ് സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ: സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, മലയാളം ലിറ്ററേച്ചർ സർവേ. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ KM പണിക്കരായിരുന്നു. വർഷം എന്നാണ് ഇത് സ്ഥാപിതമായത്? 1956 ഓഗസ്റ്റ് 15. ഇനി കേരള സംഗീത നാടക അക്കാദമി. കേരള സംഗീത നാടക അക്കാദമി നോക്കാം. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് എന്നാ നോക്കി? 58. അതായത് 56 സാഹിത്യം, പിന്നെ 2 വർഷം. 58. 58 ഏപ്രിൽ 26 സ്ഥാപിതമായത്. കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത് 1958 ഏപ്രിൽ 26. ഇത് ഉദ്ഘാടനം ചെയ്തത്, കേരള സംഗീത നാടക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതെവിടെയാണ്? ഇത് തൃശ്ശൂരിലെ ചെമ്പുകാവിലാണ് കേട്ടോ. തൃശ്ശൂരിലെ ചെമ്പുകാവിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഈ സാഹിത്യ നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേളി എന്ന് പറയുന്നത്. കേളി അത് ചോദിക്കാറുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം ഏതാണ്? സംഗീത നാടക അക്കാദമിയുടെ പ്രധാന പ്രസിദ്ധീകരണം ഏതാണ്? കേളിയാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? മങ്കുത്തമ്പുരാൻ ആയിരുന്നു ആദ്യ ചെയർമാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. പിന്നെ ആദ്യ സെക്രട്ടറി PK നമ്പ്യാർ ആയിരുന്നു. ഇപ്പോൾ കരിവെള്ളൂർ മുരളിയാണ്. രണ്ടും ഓർത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ 1958 ഏപ്രിൽ 26 കേരള സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത്. തൃശ്ശൂർ ചെമ്പുകാവാണ്. ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇതിന്റെ പ്രധാന പ്രസിദ്ധീകരണം ഏതാണ്? കേളി. ഇനി കേരള ലളിതകലാ അക്കാദമി.
കേരള ലളിതകലാ അക്കാദമി എന്ന നിലവിൽ വന്നത് 1962 ഇതും തൃശ്ശൂർ ചെമ്പുകാവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം സംഗീത നാടക അക്കാദമിയും പിന്നെയോ തൃശ്ശൂർ തന്നെ ഓർത്തു വയ്ക്കുക. അതിൽ കേരള ലളിതകലാ അക്കാദമി ചെമ്പുകാവ് തൃശ്ശൂർ 62 ഓക്കെ. അപ്പൊ 56 സാഹിത്യ അക്കാദമി 56, സംഗീത നാടക അക്കാദമി 58, ലളിതകലാ അക്കാദമി എന്നാണ് 62. കലാമണ്ഡലം നമുക്കറിയാം 1930. ഓക്കെ. ഇനി ചിത്രം, ശില്പം, വാസ്തുശില്പം, ഗ്രാഫിക് മുതലായ കലകളുടെ വികസനത്തിനുള്ളതാണ് ഇത് കേരള ലളിതകലാ അക്കാദമി എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ആദ്യ ചെയർമാനായിരുന്നത് എം രാമവർമ്മ രാജയാണ്. നിലവിൽ മുരളി ചീരോത്താണ് കേട്ടോ. ആദ്യ ചെയർമാൻ ആരായിരുന്നു? എം രാമവർമ്മ രാജയാണ്. നിലവിൽ മുരളി ചീരോത്താണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ഒരു സംരംഭമാണ് സഞ്ചരിക്കുന്ന ചിത്രശാല. ഓർത്തിരിക്കണം, സഞ്ചരിക്കുന്ന ചിത്രശാല ഏത് അക്കാദമിയുടെ സംരംഭമാണ് എന്ന് ചോദിക്കാം. ഏതാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ ഒരു സംരംഭമാണ് സഞ്ചരിക്കുന്ന ചിത്രശാല എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ, അപ്പം എല്ലാവർക്കും പഠിക്കാനില്ല. ഈ നമ്മുടെ ഡേറ്റ് സഹിതം എല്ലാവരും പഠിക്കുക. ഒന്നും വിട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ ഇന്ന് പഠിക്കാനുള്ളൂ. ഇതായി റിലേറ്റ് ചെയ്തിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നല്ല വൃത്തിയായി പഠിക്കുക. ഇതിനെ കൂടെ തന്നെ ഓരോ ദിവസം വായിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഓരോന്നിൻ്റെയും കൂടെ തന്നെ ആഡ് ഓൺ ചെയ്ത് വയ്ക്കാനും ശ്രദ്ധിക്കാം. ഓക്കെ. പിന്നെ ഇന്ന് മാത്സ് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും. ഇന്നലെ തന്നെ ടൈം ടേബിൾ ഇട്ടതാണ് ഇന്ന് ഇതൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പം നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലോ അല്ലെങ്കിൽ SCRT ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അതിൻ്റെ ക്ലാസ്സും ഇടുന്നതായിരിക്കും.